മൈ പീപ്പിൾ, വെൽക്കം ടു അവർ ചാനൽ സ്ലേ വിത്ത് ജെറി. ഇതാണ് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ എന്ന് ചോദിച്ചാൽ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണോ ആദ്യം അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എ ബിഗ് വാം വെൽക്കം. ഞാനിവിടെ കാനഡയിലാണ്, ഒൻറ്റാരിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാട്ടിൽ മലപ്പുറത്താണ് വീട്, മലപ്പുറംകാരിയാണ്. മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് വീട്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ പാക്കിംഗ് ആണ്. നമ്മളൊരു കുട്ടി ട്രിപ്പ് പോവുകയാണ്. ഇവിടുന്ന് US-ലേക്കാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് 1.5 മണിക്കൂർ ദൂരമാണ് ഉള്ളത്. അതായത് നമ്മൾ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് പോകുന്ന ദൂരം. അപ്പം പാക്ക് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗായിട്ട് എടുക്കാം, നിങ്ങളെ കാണിക്കാം എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമല്ല, ബട്ട് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇത് വീക്കെൻഡാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇന്നിപ്പോൾ Thursday, നാളെ മോർണിംഗ് ആണ് നമ്മൾ ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒരു 3 ഡേ ട്രിപ്പാണ്. സൺഡേ തിരിച്ചെത്തുന്ന രീതിയിൽ നമ്മൾ കാലിഫോർണിയ സൈഡിലേക്കല്ല പോകുന്നത്. കാനഡ ബോർഡർ ഫോക്കസ് ചെയ്തിട്ട് അതിനോട് ഇങ്ങനെ അടുത്തുള്ള കുറച്ച് ഏരിയാസ് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടി പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു തരാം. 3 ഡേയ്സേ ഉള്ളൂ, വലിയ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും പാക്ക് ചെയ്യാനില്ല. കുറച്ച് ഡ്രസ്സും ബാക്കി എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടി പാക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സും മേക്കപ്പും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. നമുക്ക് ഓരോന്നായിട്ട് പാക്ക് ചെയ്യാം. നമുക്ക് 3 ഡേയ്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ഡ്രസ്സസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലാദ്യം വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, സ്ലീവ്ലെസ് ആണ്. ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഒരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഡ്രസ്സോ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ പെട്ടിയിൽ വെക്കും. കാരണം വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആകുമ്പോൾ എല്ലാ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അത് സിങ്ക് ആയി പോയിക്കോളും. നമ്മൾ മെയിൻലി ഒരു സ്ഥലത്ത് പോകുന്നത് അത് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനും വേണ്ടിയാണല്ലോ. അപ്പോൾ ഈ കളർ ആണെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അത് അടിപൊളിയായി പോകും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഞാൻ ഇപ്പോഴൊരു വൈറ്റ് എടുത്ത് വെക്കാറുണ്ട്. അടുത്ത ഡ്രസ്സ് വരുന്നത് യെല്ലോ ആണ്. ഇത് ശരിക്കും ഡ്രസ്സല്ല, ഇത് മറ്റു സംഭവമാണ്. ജംസ്യൂട്ടാണിത്, ഷോർട്ടായിട്ട് വരുന്ന ഒരു ജംസ്യൂട്ടാണ്. എൻ്റെ മിക്ക ഡ്രസ്സും ഒന്നുകിൽ യെല്ലോ ആയിരിക്കും അല്ലെങ്കിൽ റെഡ് ആയിരിക്കും, കാരണം ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് കളേഴ്സ്. പിന്നെ ഈ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇതെനിക്ക് ശരിക്കും ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. എൻ്റെ ചേച്ചി ഇസ്രായേലിലാണ് ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഡ്രസ്സോ മേക്കപ്പോ ബാഗോ അങ്ങനെ എന്തെങ്കിലും സംഭവം. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് ഐറ്റത്തിൽ ഒരു ഐറ്റമാണ് ഈ ഡ്രസ്സ്. ഇത്ര നാൾ ഇവിടെ വിൻ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് ഫുള്ളി കവേർഡ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് ആയി, സൂര്യനൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ട്രിപ്പിന് ഈ ഡ്രസ്സ് ഇടാമെന്ന്. അപ്പോൾ അതെടുത്ത് വെക്കാം. അടുത്തത് വരുന്നത് ഒരു ഡ്രസ്സാണ്, റെഡ് കളറിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒന്നെങ്കിൽ റെഡ് ആയിരിക്കും അല്ലെങ്കിൽ യെല്ലോ ആയിരിക്കും. ഇതും ഞാൻ മേടിച്ചിട്ട് ഒരുപാട് നാളായി, പക്ഷെ എനിക്ക് എവിടെയും ഇടാനൊരു അവസരം കിട്ടിയില്ലായിരുന്നു. ഇതല്ല രസമുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ ബാക്കിൽ നമുക്കിങ്ങനെ ടൈ ചെയ്യാൻ വേണ്ടി 2 വള്ളി വരുന്നുണ്ട്. നമുക്കിങ്ങനെ ടൈ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നു ഞാനിത് മിന്ത്രയിൽ നിന്നാണ് മേടിച്ചതെന്ന്, എനിക്ക് ഉറപ്പില്ല. എനിക്ക് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതും കൂടെ നമുക്ക് എടുത്ത് വെച്ചേക്കാം. അടുത്തത് ഒരു ടീഷർട്ടും ഒരു പാൻറ്റും ആണ്. ഇത് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി കയ്യിൽ പിടിക്കുന്നതാണ്. കാരണം ഇവിടെ വെതർ എപ്പോൾ വേണേലും മാറാം. ചിലപ്പോൾ പകല് നല്ല ചൂടായിരിക്കും, രാത്രി ആകുമ്പോൾ നല്ല തണുപ്പാക്കും, ഇല്ലെങ്കിൽ ഹോൾ ഡേ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും വെതർ നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മൾ എടുത്തത് ഈ 3 ഡ്രസ് ടൈപ്പാണ്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു പാൻറ്റും ഒരു ടീഷർട്ടും കൂടെ ഞാൻ എടുത്ത് വെക്കുവാണ്, ഇൻ കേസ് ഇനിയിപ്പോൾ തണുപ്പാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ വെക്കുന്നത് ഒരു ടീഷർട്ടാണ്, ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഇത് ഞാൻ എക്സ്ട്രാ കയ്യിൽ പിടിക്കുന്നതാണ്. ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും 1 അല്ലെങ്കിൽ 2 പെയർ ഡ്രസ്സ് എക്സ്ട്രാ വെക്കും. കാരണം ഇൻ കേസ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചാടുകയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് വേറെ ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കും. അതിന് പുറമെ 1-2 ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ കയ്യിൽ വെക്കാറുണ്ട്. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാ ഗേൾസും ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ ഇപ്പോൾ 4 ഡേയ്സ് ആണെങ്കിൽ നമ്മൾ 4 ഡേയ്സിന് വേണ്ട ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെക്കും. അതിന് പുറമെ നമ്മൾ 1-2 ഡ്രസ്സും കൂടെ എക്സ്ട്രാ കയ്യിൽ വെക്കും, ഇൻ കേസ് ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു ടീഷർട്ടാണ് ഇത്. പിന്നെ നമ്മൾ എടുത്ത് വെക്കുന്നത് വീട്ടിലിടാൻ വേണ്ടിയിട്ടൊരു നൈറ്റ് വെയർ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ തോർത്തും അണ്ടർ ഗാർമെൻറ്റ്സും വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ വെക്കുന്നത് ഒരു ബെഡ്ഷീറ്റാണ്. ഞാൻ റീസെൻ്റ്ലി തുടങ്ങിയൊരു ശീലമാണ്.
ആക്ച്വലി ഇത് ഞാനൊരു വീഡിയോ കണ്ടു. നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, അതായത് ഈ ഹോട്ടലിലോ അല്ലെങ്കിൽ എയർബിഎൻബി ഒക്കെ എടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് തരുന്ന ബെഡ്ഷീറ്റ്, ടവല് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർ വാഷ് ചെയ്യാതെയാണ് വെക്കുന്നത് എന്ന്. ഇത് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് കണ്ടത് മുതൽ ഞാൻ ഇപ്പോഴൊരു ബെഡ്ഷീറ്റിൻ്റെ കയ്യിൽ കരുതും. നമ്മളതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് കിടക്കാറ്. നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഞാനിതിപ്പോൾ എപ്പോഴും കരുതാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കതും കൂടെ ഇങ്ങ് വെക്കാം. നെക്സ്റ്റ് നമ്മുടെ ഡ്രസ് ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കല്ലാത്ത കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കാം. ഇതെൻ്റെ മേക്കപ്പ് പൗച്ചാണ്. ഈ പൗച്ചാണ് ഞാൻ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. ഇതിനകത്ത് മസ്കാര, പിന്നെ ഫൗണ്ടേഷൻ, ബ്ലഷ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് എപ്പോഴും എവിടെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ എടുക്കുന്ന ഒരു സംഭവമാണ്. എല്ലാം ബേസിക് ആയിട്ട് ചെയ്യേണ്ട എല്ലാ മേക്കപ്പ് ഐറ്റംസും കൊണ്ട് വെച്ചിട്ടുള്ള പൗച്ചാണിത്. അതുപോലെ വേറൊരു പൗച്ച് കൂടെയുണ്ട്. ഇതിനകത്താണ് എൻ്റെ മോയ്സ്ചറൈസർ, ലിപ് ബാം, ഹെയർ സിറം, ഹെയർ ഓയിൽ, അങ്ങനത്തെ സംഭവങ്ങൾ. ഹെയർ ഓയിലല്ല, മറ്റേ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ, അതെല്ലാം വെച്ചിട്ടുള്ളത്. ഇതും ഇതുപോലെ ഒരു ബാഗായിട്ട് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിലും ഈ പൗച്ച് അങ്ങ് എടുത്താൽ മതി. ഒന്നും മറന്നു പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ ചെറിയൊരു ക്ലച്ചറുണ്ട്. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് ഇനി വെക്കേണ്ടത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട്. പിന്നെ ഒരു ചെറിയൊരു പെർഫ്യൂമും ബോഡി ലോഷനും. ഇവിടെ ഭയങ്കര വിൻ്ററാണ്, അപ്പോൾ എപ്പോഴും സ്കിന്ന് ഭയങ്കര ഡ്രൈ ആകും. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ ഒരു ബോഡി ലോഷനും, പിന്നെ ഓഫ് കോഴ്സ് സ്മെല്ലിന് വേണ്ടി നല്ലൊരു പെർഫ്യൂമും. പിന്നെ ഉള്ളത് എൻ്റെ ജ്വല്ലറി അല്ല, ഞാൻ എൻ്റെ ഇയറിങ് മൊത്തം ഇട്ട് വെക്കുന്ന ഒരു പെട്ടിയാണിത്. ഇതിൽ കുറച്ചൊന്നും ഫില്ലായിട്ടില്ല. ചെറിയ ചെറിയ ഇയറിങ്സ്, ഞാൻ മോസ്റ്റ്ലി ചെറുതായിട്ടുള്ള ഇയറിങ്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറേജ് ബോക്സാണ്. ഞാൻ പിന്നെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാറില്ല. കാരണം ഇത് ഓൾറെഡി നല്ലൊരു ബോക്സിലായിരിക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഇനി വേറൊരു ബോക്സിലേക്ക് ഇട്ട് അത് പിന്നെ കൊണ്ടുപോകണ്ടല്ലോ, ഭയങ്കര മടിയായതുകൊണ്ട് ഈ ബോക്സ് അങ്ങനെ തന്നെ ഞാൻ വെക്കും. നെക്സ്റ്റ് വന്നത് നമ്മുടെ ഹെയർ പൗച്ചാണ്. ഇതിനകത്താണ് എൻ്റെ കേളറും ഹെയർ സ്ട്രൈറ്റ്നറൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ട്രാവൽ പൗച്ചാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇത് ഡാമേജ് ആവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിനകത്താണ് ഞാൻ എപ്പോഴും എൻ്റെ ഹെയർ ടൂൾസ് എല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ഹെയർ കേൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പോകുന്നതിൻ്റെ തലേന്ന് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ കേൾ ചെയ്തിടും. നമുക്ക് പിറ്റേ ദിവസത്തിന് പകുതി പണി കുറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇൻ കേസ് നമ്മുടെ ഫ്രണ്ടിൽ മാത്രം ഒന്ന് കേൾ ചെയ്യുന്നെങ്കിൽ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അതല്ലാണ്ട് നമുക്കിനി എടുക്കാനുള്ളത് ഫോൺ കേസ്, ഫോൺ ഹെഡ്സെറ്റ്, ചാർജർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതൊന്നും ഞാൻ ഇപ്പോൾ വെക്കുന്നില്ല, നാളെ രാവിലെ ആയിരിക്കും വെക്കുന്നത്. പിന്നെ ഉള്ളത് ബ്രഷ്, ഫേസ് വാഷ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അത് ഇത് പറഞ്ഞ പോലെ രാവിലെ ചെയ്തിട്ട് രാവിലെ അങ്ങ് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഉള്ളത് ഷൂസും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ഞാൻ പെട്ടിയിൽ വെക്കുന്നില്ല, ഡയറക്റ്റ് കാറിലേക്കാണ് വെക്കുന്നത്. നമ്മൾ കാറിനാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ബാക്കി അങ്ങനെ തന്നെ കുറച്ച് ചിത്ര സംഭവങ്ങളൊക്കെ ഞാൻ കാറിലേക്ക് ഡയറക്റ്റ് വെക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വേണ്ടതാണ് പാസ്പോർട്ടും വർക്ക് പെർമിറ്റും. തിരിച്ച് കാനഡയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണിക്കേണ്ട 2 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പാസ്പോർട്ടും ഒന്ന് നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി നമ്മുടെ വർക്ക് പെർമിറ്റും. അത് രണ്ടും കൂടി എടുത്ത് വെക്കാനുണ്ട്, അത് ഞാൻ വെച്ചിട്ടില്ല. ഇത്രയൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ചെറിയൊരു വ്ളോഗാണ്, ചെറിയൊരു ട്രിപ്പാണ്. അപ്പോൾ യൂഷ്വലി നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കുറച്ച് മേക്കപ്പ് ഐറ്റം അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു കുട്ടി വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you people on my next video. Bye bye.